ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ 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 ഹാപ്പിയാണ്. ബിക്കോസ് IBSA ടയർ 2-ന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. IBSA ടയർ 1 മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പോൾ ടയർ 1 ക്വാളിഫൈ ആയി, അതേപോലെ തന്നെ ടയർ 2-ന്റെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 95+. ഓക്കെ, 95-100 എന്ന് ഞാൻ പറയാം. ബിക്കോസ് നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ടയർ 2 ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിലാണ്, വളരെ 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 സന്തോഷത്തിലാണ്. ഇപ്പോഴും നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ IBSA ട്രാൻസ്ലേഷന്റെ ക്ലാസ് ടയർ 2 നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഈ ചാനൽ ചെക്ക് ചെയ്താൽ തന്നെ കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ ടയർ 3-ന്റെ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻസിന്റെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും മോക്കും എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് AZB അക്കാഡമി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിജയത്തിൽ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. 100% ആത്മാർത്ഥമായി തന്നെയാണ് പല പ്രശ്നങ്ങളും പല വെല്ലുവിളികളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അപ്പോഴൊക്കെ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ IBSAയുടെ ടയർ 2-ന്റെ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് അണ്ടറിൽ പോയിട്ട് സൈറ്റ് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റിസൾട്ട് PDF ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റോൾ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ റിസൾട്ട് സംസാരിക്കും, നമ്മുടെ സ്റ്റുഡൻസിനെ വിളിക്കുമ്പം ഓൾമോസ്റ്റ് ഒരു 50-55+ കിട്ടിയവർക്കൊക്കെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് അറിയാൻ സാധിച്ചത് 60+65+ കിട്ടിയവർക്ക് പോലും ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടായിരിക്കാം അവർ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ടയർ 1-ന്റെ മാർക്കും അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടയർ 2 നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ടിൽ ജസ്റ്റ് ഇല്ലാതൊരു ക്വാളിഫയിങ് മാർക്ക് മാത്രമാണ്. ടയർ 1-നെയും നിങ്ങളുടെ പേഴ്സണാലിറ്റി ലാസ്റ്റ് ആ ഒരു ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇന്റർവ്യൂവിന്റെ മാർക്ക് ഫൈനൽ ഔട്ട് വരുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം നമുക്ക് 50-ൽ 20 മാർക്ക് ക്വാളിഫൈ ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങളത് ക്വാളിഫൈ ചെയ്താൽ മതിയായിരുന്നു. അവർക്കുള്ളവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ ഒരു ടയർ 2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിനി ഒരു 1 മന്ത് ഏകദേശം ഇപ്പൊ നമുക്ക് IBSAന്റെ ഇന്റർവ്യൂ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് IBSA MTSന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു, നമുക്ക് 4-ാം തീയതി ആയിരുന്നു അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടത്. ഇനിയിപ്പോൾ ഈ ഒരു എക്സാം ഒരു 1 മന്തിനുള്ളിൽ നമുക്കൊരു 1 മന്ത് മാക്സിമം എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്റേഴ്സ് എല്ലാവർക്കും ഒഫീഷ്യലി വെബ്സൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും തന്നെ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എക്സ്ക്യൂസ് ഫോം ഉണ്ട്, അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റ്സിന്റെ കൂടെ നിങ്ങൾക്ക് ബയോഡേറ്റ ഫില്ല് ചെയ്ത് SQ ഫോം ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ റിക്രൂട്ട്മെന്റ് സ്റ്റേജസിന്റെ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടയറിന്റെ മാർക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ്, മലയാളം ന്യൂസ് പേപ്പേഴ്സ് വായിക്കണം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കണം. ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞിരിക്കുന്ന ഇലക്ഷനുമായി സംബന്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾക്ക് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, അതുപോലെ സൈബർ ടെററിസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള അറിവുണ്ടാകണം. കറണ്ട് ആയിട്ടുള്ള ഫാക്ട്സ് നല്ല രീതിയിൽ വായിച്ചു നോക്കണം. അപ്പോൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ AZB അക്കാഡമി ഓൾറെഡി നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിൽ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട മോക്ക് ഇന്റർവ്യൂസ് ആയിരിക്കും. മോക്ക് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂം മീറ്റോ അല്ലെങ്കിൽ ആപ്പ് ലൈവ് വഴിയായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് വിസിബിൾ ആയിട്ടുള്ള വീഡിയോ ഇന്റർവ്യൂ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് 3 മോക്ക് ഇന്റർവ്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ റെക്കോർഡഡ് സെഷൻസും ലൈവ് ക്ലാസ് എസ്പെഷ്യലി നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരുന്നത്. ഇത് കൂടാതെ ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള ആളുകളുടെ
എന്തായിരിക്കും ഇന്റർവ്യൂ ഓറിയന്റേഷൻ സെഷൻസ് കൂടി നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. 3000 rupees ആണ് കോഴ്സിന്റെ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 1 month ഡിസ്കൗണ്ടോട് കൂടിയിട്ട് 2500-ന് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് AZB അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്ക്രീൻഷോട്ട് പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസ് അയക്കണം. നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇന്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടും മെന്ററിന് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ, ടയർ 1-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കൂടിയുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കോമ്പറ്റീഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞങ്ങൾ പറയുന്നു, ടയർ 1 മുതൽ ടയർ 2 മുതൽ ടയർ 3 ഇൻക്ലൂഡിങ് ACIO ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി പറയാണ്. അതേപോലെ തന്നെ IBSAയുടെ ലോങ് ടേം ബാച്ചസും ACIOന്റെ ലോങ് ടേം ബാച്ചസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ മൈ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.